ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ, പുതിയ ചാനലാണ്. അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അറിയത്തില്ലാത്തവർ പിള്ളേരോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള വിഷയമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ആ വിഷയത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. അത് ഒന്നാമത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണുന്നത് നല്ലതാണ്. ഇതിൻ്റെ അടിയിൽ ഞാനത് പിൻ ചെയ്തേക്കാം. അത് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ എപ്പിസോഡൊന്ന് കാണുകയാണ് നല്ലതാണ്. നമ്മുടെ കേരളത്തിന് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ നമ്മൾ ഇതിൽ പരിഹരിക്കും എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം. നമ്മുടെ ആൾക്കാർക്ക് ഒരു ഒരു ചിന്തയുണ്ട്, കേരളം വിട്ട് വേറെ വിദേശത്ത് എവിടെ പോയാലും അവിടെ നല്ല സുഖമാണ്, അവർ ഭയങ്കര കാശുണ്ടാക്കുകയാണ് എന്നൊക്കെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ പലപ്പോഴും കരുതുന്നു. പക്ഷെ അത് ശരിയല്ല. പുറത്തു പോകുന്ന ആൾക്കാർ ശരിക്കും കഠിനാധ്വാനം ചെയ്താണ് അവിടെ ജീവിക്കുന്നത്. നമ്മുടെ ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടേതായ കുറേ പ്രിവിലേജുകൾ നമുക്കിവിടെ ഉണ്ട്. നമ്മുടെ സ്വന്തം രാജ്യം എന്നുള്ള ഒരു പ്രിവിലേജ് ഉണ്ട്. നമുക്ക് പല വിധത്തിലുള്ള സപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണേലും ജനങ്ങളുടെ ഭാഗത്തു നിന്നാണേലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണേലും എല്ലാം ഉണ്ട്. നമ്മളൊന്നും കേട്ടിട്ട് കണ്ടിട്ടില്ലാത്ത, നമ്മളെ അറിയത്തില്ലാത്ത മറ്റൊരു രാജ്യത്ത് പോയി നമ്മൾ ജീവിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പലരും വിദേശ രാജ്യങ്ങളിലുണ്ട്, എല്ലാ വിദേശ രാജ്യങ്ങളിലും തന്നെ ഉണ്ട്. അതുകൊണ്ട് അവരുമായിട്ട് സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അവർ വളരെയധികം കഷ്ടപ്പെട്ടാണ് അവിടെ ജീവിക്കുന്നത്. പലർക്കും ജോലി പോലും ഇല്ല, ഒരാളുടെ ജോലി കൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത്. പിന്നെ നേഴ്സുമാരായിട്ട് പോകുന്നവർക്ക് നല്ല ജോലി കിട്ടാറുണ്ട് അവിടെ. അത് ആ തൊഴിലിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം അതനുസരിച്ചുള്ള ശമ്പളമുണ്ട്, അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടും അവർക്കുണ്ട്. ആദ്യകാലത്തൊക്കെ വിദേശത്ത് പോയത് നമ്മുടെ നേഴ്സുമാരാണെങ്കിൽ അത് കഴിഞ്ഞ് ഭർത്താക്കന്മാരും കൂടെ പോയി അവരും കുറേ ജോലിയൊക്കെ ചെയ്തു, എല്ലാം ചെയ്തു, കൊള്ളാം. അവിടെ ഒരു വീടൊക്കെ മേടിച്ച് അവിടെ സുഖമായിട്ട് താമസിക്കാം, അതും നല്ലതാണ്. പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാം. പിള്ളേർ ആ ഒരു വെസ്റ്റേൺ കൾച്ചറിൽ, പുതിയ ആ രാജ്യത്തിൻ്റെ ഒരു കൾച്ചറിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടുകയും നല്ല രീതിയിൽ വളരുകയും ചെയ്യും. പക്ഷെ നമുക്കൊരു സംസ്കാരമുണ്ട്, നമ്മുടെ സംസ്കാരത്തിന് ഉള്ള രീതിയിൽ പിള്ളേരെ വളർത്തുന്നവരും ഉണ്ട്. പക്ഷേ ഈ വിദേശത്ത് പോകുന്നവർ ചെയ്യുന്ന ഒരു വലിയ തെറ്റെന്താന്ന് ചോദിച്ചാൽ, അവരിവിടെ വന്ന് ഒത്തിരി വലിയ വീടുകൾ പണിയുന്നു. സത്യത്തിൽ ഒരു മാസമൊക്കെ ആയിരിക്കും വർഷത്തിലൊന്ന് അവർക്ക് വരാൻ പറ്റുന്നത്. ഈ വർഷത്തിലൊന്ന് വരുന്ന ഇവര് 5000-10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ പണിയുമ്പോൾ ഈ വീടുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവര് തന്നെ ബുദ്ധിമുട്ടും. ഇത് പണിയാനായിട്ട് വിദേശത്ത് നിന്ന് ചിലപ്പോൾ കടമെടുത്തായിരിക്കും പണിയുന്നത്. എനിക്കെൻ്റെ ബന്ധുക്കള്, നമ്മുടെ സ്വന്തക്കാർ തന്നെ പലരെയും അറിയാം. ഇപ്പോൾ അനിയൻ പണിയുന്ന വീട് 5000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ചേട്ടൻ പണിയുമ്പോൾ അതിനേക്കാളും വലിയ 6000 സ്ക്വയർ ഫീറ്റ് പണി. ഇതേ പ്രശ്നം നാട്ടുകാരുടെ ഇടയിലും ഉണ്ട്. പക്ഷെ ഇങ്ങനെയൊന്നും അല്ല നമ്മൾ സാമ്പത്തികത്തിൽ ചെയ്യേണ്ടത്. നമുക്ക് ആവശ്യമുള്ള ഒരു വീടേ പണിയാൻ പാടുള്ളൂ. ശരിക്കും ജപ്പാനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ജപ്പാനിലുള്ള വീടുകളൊക്കെ പുറത്തുനിന്ന് യാതൊരുവിധ മോടി പിടിപ്പിക്കുന്ന പരിപാടികളൊന്നുമില്ല. അകത്തെല്ലാ ഫെസിലിറ്റീസും കാണും, അകം വളരെ വൃത്തിയായിരിക്കും, കാര്യങ്ങളായിരിക്കും. പക്ഷെ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോക്സ് പോലെ ഇരിക്കും. നമ്മുടെ ഇവിടെ ഒരു വീടുകൾ പണിയുമ്പോൾ വീടിന്റെ പുറത്ത് എന്തെല്ലാം പരിപാടികളാണ് കാണിച്ചു വെക്കുന്നത്, എന്തെല്ലാം ചിത്രപ്പണികൾ, കാര്യങ്ങൾ, LED ലൈറ്റുകൾ. അതായത് ഒരു പള്ളിപ്പെരുന്നാളിന് ഡെക്കറേഷൻ ചെയ്യുന്ന പോലെ ഉള്ള LED ലൈറ്റുകളാണ് പുതിയ വീടിന്റെ എല്ലാം ഫ്രണ്ടിൽ. അത് എത്ര നാൾ കത്തും എന്ന് ഓർത്താൽ ആരും ഇടുന്നത്? കൂടിപ്പോയാൽ 6 മാസം കത്തും. 6 മാസം കഴിയുമ്പോൾ LED ലൈറ്റുകളെല്ലാം പോകും. LED ബൾബ് പോയില്ലെങ്കിൽ അതിന്റെ ചോക്ക് പോകും, അഡാപ്റ്റർ പോകും. ഇതെല്ലാം കൺസേൾഡ് ആയിട്ട് ചെയ്ത് അകത്തെല്ലാം കുത്തിക്കയറ്റിയാണ് ഈ LED എല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും 6 മാസം പോലും നിൽക്കില്ല. ഞാനും ചെയ്തിട്ടുണ്ട്, നിന്നിട്ടില്ല, പലതും പോയിട്ടുണ്ട്. ചെയ്തിരിക്കുന്ന വീടുകൾ മിക്കവാറും വീടുകളുടെ തന്നെ പോയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവിടെ കിടക്കും, അതിൽ ചുക്കിലിയും കയറി പാറ്റായും കയറി പല്ലിയും കയറി കിടക്കും ഇതിനകത്ത്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചത്തിനുള്ള പണ്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലുള്ള ഒരു ട്യൂബ് ഫിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള നല്ല ഇത് ചെയ്യുക. പിന്നെ റൂംസൊക്കെ എന്ന് പറഞ്ഞാലും അമിതമായ ഒത്തിരി വലിയ റൂംസൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യാനും ഇത് വൃത്തിയാക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു മാസം വന്ന് താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ 2 കോടി രൂപ മുടക്കി ഒരു വീട് പണിയുകയാണ് ഇവിടെ. 2 കോടി രൂപ മുടക്കി ഇവിടെ വീട് പണിയുമ്പോൾ
ഒരു മാസത്തേന് ഈ 2 കോടി രൂപയുടെ ഒരു വർഷത്തെ പലിശ നിങ്ങൾ കണക്ക് കൂട്ടുക. ഉദാഹരണം പറഞ്ഞാൽ ഒരു 12% പലിശ എന്ന് കൂട്ടുക, അല്ലെ ബാങ്ക് പലിശ കൂട്ടിക്കോ, 10% പലിശ കൂട്ടിക്കോ. ഈ 10% പലിശ കൂട്ടിയാൽ പോലും 1 കോടി രൂപയ്ക്ക് മാസം 10 ലക്ഷം രൂപ പലിശ കിട്ടും. അപ്പൊ അത്രയും പലിശ കിട്ടുന്ന ഈ സംവിധാനം കളഞ്ഞിട്ട് ഒരു വീട് പണിത് വെക്കുന്നു. ഈ പണിത് വെക്കുന്ന വീടോ ഓരോ ദിവസവും വില കുറഞ്ഞു പോകുന്നു. സമയം ആ 1 കോടി രൂപ ബാങ്കിലിട്ടെങ്കിലോ അത് പലിശ കിട്ടി മാസത്തിൽ 1-2 മാസം ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഇവർക്ക് 5 സ്റ്റാറോ 7 സ്റ്റാറോ അങ്ങേയറ്റത്തെ ഹോട്ടലിൽ വന്ന് താമസിക്കുക. ഇതിന്റെ 1 മാസത്തെ റെന്റ് മതി, 1 മാസം റെന്റ് പോലും വേണ്ട. അത് മനസ്സിലാക്കാതെ നമ്മുടെ ആൾക്കാർ വലിയ വീടുകൾ പണിയുന്നുണ്ട്. അതെല്ലാം വലിയ മണ്ടത്തരമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ആ വീടുകളെല്ലാം വിൽക്കാനിട്ടിരിക്കുകയാണ്. നിങ്ങൾ യൂട്യൂബ് തുറന്നു നോക്ക്, അല്ലെങ്കിൽ വഴിസൈഡിൽ നോക്ക്. ഈ വലിയ വീടുകൾ വാങ്ങാൻ എല്ലാവർക്കും ഭയമാണ്. എനിക്ക് ഭയമാണ്. ചുമ്മാ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കില്ല. കാരണം ഈ വീടിനെ തീറ്റി പോറ്റണമെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇത് മാറാതെ പിടിച്ച് കിടക്കണമെങ്കിൽ കുറഞ്ഞ ഒരു 10 പേരെങ്കിലും വേണം ഈ വീട്ടിൽ താമസിക്കാൻ. ആകെപ്പാടെ മക്കളും പോയി എല്ലാവരും പോയി 1-2 പേരാണ് എല്ലാ വീടുകളിലും ഉള്ളത്. അതുകൊണ്ടാണ് ഈ കുറുവാ സംഘങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. എല്ലാ വീടുകളിലും കയറി ആക്രമിക്കുക, പ്രായമുള്ളവർ മാത്രമേ ഇപ്പോൾ വീടുകളിലുള്ളൂ. ഇങ്ങനെ പോയാൽ കേരളത്തിൽ അവസാനം ഒരു 10 കൊല്ലോടെ കഴിയുമ്പോൾ ഈ പ്രായമുള്ളവരും കൂടെ മരിച്ചു കഴിയുമ്പോൾ ഇവിടെ യുവതലമുറ തന്നെ ഇല്ലെന്നായിപ്പോവും. അതിനൊരു മാറ്റം ഉണ്ടാകണം. നമുക്ക് വ്യവസായങ്ങൾ ഇവിടെ ഉണ്ടാകണം. ഇലക്ട്രോണിക്സ് അടിസ്ഥാനമായ വ്യവസായങ്ങൾ ഉണ്ടാകണം. സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ചെയ്താൽ നമുക്കിത് വിൽക്കാൻ മാർക്കറ്റുണ്ട്. നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും വഴി മാത്രമല്ല, നമുക്കും സൈറ്റുകൾ ഉണ്ടാക്കി വിൽക്കാം. അങ്ങനെ വിൽക്കുന്നവർ സക്സസ് ആയവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാൻ കാണാറുണ്ട്. എൻ്റെ കടയുടെ അടുത്ത് ഒരു കൊറിയർ സർവീസ് ഉണ്ട്. അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് കൊറിയർ അയക്കുന്ന. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്ന് വെച്ചാൽ, ഒരു മാസത്തിലോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലേക്കോ വരുന്ന ആൾക്കാർ പണിയുന്ന വീടുകൾ അവർക്ക് ആവശ്യമുള്ള വീടായിരിക്കണം. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ അഹങ്കാരം കാണിക്കാൻ വേണ്ടി വലിയ വീടുകൾ പണിയുന്നതിൽ യാതൊരു അർത്ഥമില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം എൻ്റെ തന്നെ സ്വന്തക്കാരൻ, നമ്മുടെ ചേട്ടനായിട്ട് വരുന്ന ഒരാളുണ്ട്. പുള്ളി ഭയങ്കര വീട് പണിതിട്ട് ഇപ്പം സാമ്പത്തിക പ്രതിസന്ധി കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നു. ആ വീട്ടിൽ അയാൾക്ക് താമസിക്കാൻ പറ്റിയിട്ടില്ല, അയാൾ ആ വീട്ടിൽ താമസിക്കുന്നുമില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അങ്ങനെ വലിയൊരു വീട് പണിതു. പക്ഷെ ആ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ പൈസ സൂക്ഷിച്ച് ഡിപ്പോസിറ്റ് ചെയ്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയിൽ നിന്നും വീണ്ടും പണം ഉണ്ടാകുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലേക്ക് നമ്മൾ ഓരോരുത്തരും പോകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ, പേഴ്സണൽ ലോൺ വേണം. ഇന്നും എനിക്ക് വന്നിട്ടുണ്ട്. പ്രധാന ബാങ്കുകളിൽ നിന്നും ചെറിയ ചെറിയ ഫൈനാൻസ് ബാങ്കുകളിൽ നിന്നും സ്ഥിരമായിട്ട് നമ്മുടെ സിവിൽ സ്കോർ നോക്കിയിട്ട് നമുക്ക് ലോണൊന്നും ഇല്ല എന്ന് കണ്ടതിന് ശേഷം ലോൺ വേണോ എന്ന് ചോദിച്ച് വിളിയോട് വിളിയാണ്. വിളിച്ചു കഴിഞ്ഞ് നമ്മൾ ആ നമ്പർ ബ്ലോക്ക് ചെയ്താൽ മെസ്സേജ് വിടും, അല്ലെങ്കിൽ പിന്നെ ഫോൺ വിളിക്കും. എന്നെ ഒരിക്കലും വിളിച്ച് ശല്യം ചെയ്യരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിടത്തുനിന്ന് പോലും വീണ്ടും വിളിക്കും. ഫൈനാൻസ് സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, മെയിനായിട്ടുള്ള ബാങ്കുകൾ. അതാണ് ഏറ്റവും രസം. നമ്മൾ വിചാരിക്കും പ്രൈവറ്റ് സ്ഥാപനങ്ങളാ ലോൺ വേണോ, പേഴ്സണൽ ലോൺ വേണോ എന്ന് ചോദിക്കുന്നത്. അല്ല, ഷെഡ്യൂൾഡ് ബാങ്കുകൾ, ഗവൺമെന്റ് സെക്ടറിലുള്ള ബാങ്കുകൾ, RBIയുടെ കീഴിലുള്ള എല്ലാ ബാങ്കുകൾക്കാർക്കും ലോൺ കൊടുക്കാനുള്ള പണം കെട്ടിക്കിടക്കുക. കാരണം ആരും ലോൺ എടുക്കുന്നില്ല. ലോൺ എടുത്തവനെല്ലാം വലിയ കടക്കണിയിലാണ്. ലോൺ എടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് അതിന് പലിശയ്ക്ക് മേളിൽ ഒരു പണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലോൺ എടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പം അത് നമ്മളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ബാങ്കുകാർ അവരുടെ വരുമാനം കുറയാതിരിക്കാൻ വേണ്ടി നമ്മളെ വിളിച്ച് ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പേഴ്സണൽ ലോൺ വേണോ. പിന്നെ അടുത്ത തട്ടിപ്പ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അടുത്തത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു സാധനം. പിന്നെ ഇപ്പോഴത്തെ പുതിയ തലമുറയെ ശരിക്കും നശിപ്പിക്കുന്ന ഒരു വലിയ സംഭവമാണ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തരുന്ന ഒരു സൈലന്റ് കില്ലറാണ്. നമ്മളെ കൊല്ലാനുള്ള ഒരു സൈലന്റ് ആയിട്ട് നമ്മുടെ പേഴ്സ് നമ്മൾ വെച്ചോണ്ട് നടക്കുന്ന
നമ്മുടെ സാമ്പത്തികം കില്ല് ചെയ്യുന്ന, അതായത് നമ്മളെ സാമ്പത്തികമായിട്ട് കടക്കാരനാക്കുന്ന ഒരു കാർഡാണ് ക്രെഡിറ്റ് കാർഡ്. ഞാൻ ഇന്ന് വരെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടില്ല. എനിക്ക് ക്രെഡിറ്റ് കാർഡ് അറിയുകയും ചെയ്യാം, ഇതിൻ്റെ പരിപാടികൾ അറിയാം. നമ്മുടെ ആൾക്കാർ ഒത്തിരി പേര് ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് പറയും, ഓ ഇപ്പോൾ പൈസ അടയ്ക്കണ്ട, ഇപ്പോൾ സാധനം മേടിക്കാം. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഗൂഗിൾ പേ വഴി ക്രെഡിറ്റ് കാർഡിൽ പേ ചെയ്യാം. നിങ്ങൾക്കറിയാമോ, ഗൂഗിൾ പേ വഴിയും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ വഴി പേ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സംവിധാനം വരെ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരാൾ വന്ന് ടി വി എടുത്തു കഴിഞ്ഞപ്പോൾ 50,000 രൂപയ്ക്ക് മേളിലുള്ള ടി വിയാണ്, സോണിയുടെ ടി വി എടുത്തു കഴിഞ്ഞപ്പോൾ അയാളോട് നമ്മൾ ഏറ്റവും കുറച്ച്, വളരെ റേറ്റ് കുറച്ചാണ് ആ ടി വി കൊടുത്തു റേറ്റ് പറഞ്ഞു. അയാൾ ഗൂഗിൾ പേ ചെയ്ത് നമുക്ക് അക്കൗണ്ടിൽ പൈസ തന്നു. പക്ഷേ പിറ്റേ ദിവസം 1,000 രൂപയ്ക്ക് മേളിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിപ്പോയി. അപ്പോൾ അതെങ്ങനെ വന്നു? എഗനിസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ് ഡെബിറ്റായി. ഞാൻ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്കുകാർ പറഞ്ഞു, ക്രെഡിറ്റ് കാർഡ് വല്ലതും എടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല, ഞാൻ എടുത്തിട്ടുമില്ല, ഞാൻ എടുക്കുകയില്ല. കാരണം നമ്മളെ പണമില്ലാത്ത സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന സാധനമാണ് ഈ ക്രെഡിറ്റ് കാർഡ്. നമ്മൾ കണ്ട അതും ഇതുമൊക്കെ ക്രെഡിറ്റ് കാർഡ് കയ്യിലുണ്ടല്ലോ എന്ന് ഓർത്ത് മേടിച്ചു വെക്കും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ 45 ദിവസം കണ്ട് കഴിയുമ്പോൾ ഈ പൈസ അടയ്ക്കണം. ചുമ്മാ ഒന്നും നടക്കുകയില്ല. അത് ഡേറ്റ് കഴിഞ്ഞാൽ അതിന് പലിശ വരും, പലിശയുടെ മേൽ പലിശ വരും. അങ്ങനെയുള്ള എല്ലാ തട്ടിപ്പുകളും ഉണ്ടാകും. നമ്മൾ ജോലി ചെയ്യുന്ന പൈസ മുഴുവൻ പലിശ കൊടുത്തും മറ്റ് പരിപാടികളുമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പല സാധനങ്ങളും, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും എടുത്ത് പുറത്തിട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം എടുത്താൽ മിക്കവാറും പകുതി സാധനം വീടിന് പുറത്ത് തന്നെ കിടക്കും. പല സാധനങ്ങളും നമ്മൾ മേടിച്ചിരിക്കുന്നത് ആവശ്യമില്ലാത്തതാണ്. ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നും, നമുക്ക് ആവശ്യമില്ല. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കുകയാണെങ്കിൽ 75% സാധനവും പുറത്ത് കിടക്കും. ആവശ്യമുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് പകുതി വന്നത്. പിന്നെ ആവശ്യമില്ലാതെ നമ്മൾ മേടിച്ചതല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട് പോലും പൊട്ടിക്കാതെ ഇരിക്കുന്ന, പല ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും വരുന്ന കൂട് പോലും പൊട്ടിക്കാത്ത സാധനങ്ങൾ എൻ്റെ കയ്യിലും ഇരിപ്പുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ആരും ഉപദേശിക്കുകയല്ല, ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. നമുക്ക് അത്യാവശ്യമായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ വാങ്ങുക. ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ മേടിച്ച് വെച്ചിട്ട് യാതൊരു കാര്യമില്ല. ആ പണം നമുക്ക് ബ്ലോക്ക് ആകുകയാണ്. ആ പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പണമാണ്. ആ പണം നമുക്ക് റിട്ടേൺ ചെയ്ത് ഉണ്ടാക്കി തരേണ്ട പൈസയാണ്. ആ പണത്തിനെ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിച്ച് പർച്ചേസ് ചെയ്ത് കളയാനുള്ള ഏറ്റവും എളുപ്പ മാർഗമാണ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ 1000 രൂപ മേളിൽ പോയി, എനിക്ക് 1000 രൂപ മേളിൽ നഷ്ടപ്പെട്ടാൽ എനിക്ക് ആ പ്രോഡക്റ്റ് വിറ്റതിൻ്റെ പേരിലുള്ളത് നഷ്ടമാണ്. അപ്പം ഞാൻ ബാങ്കുകാരോട് എന്ന് പറഞ്ഞു, നിങ്ങളുടെ ബാങ്കിൻ്റെ എന്തോ മിസ്റ്റേക്കാണ്, ഞാൻ ക്രെഡിറ്റ് കാർഡൊന്നും എടുത്തിട്ടില്ല, ക്രെഡിറ്റ് കാർഡ് എടുക്കാത്തതുകൊണ്ട് നിങ്ങൾ എന്തിനാ എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ പൈസ ആയിട്ട് പിടിച്ചതാണെന്ന് എഴുതി വന്നിരിക്കുന്നത്. അവരത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഏതോ ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ച് നമുക്ക് പേയ്മെൻറ്റ് വന്നു, ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് വന്നു. പക്ഷേ ഗൂഗിൾ പേ വരുന്ന ഒരിക്കലും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഗൂഗിൾ പേ അടിക്കാമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ ബാങ്കുകാർക്ക് പോലും അറിയത്തില്ലായിരുന്നു. അതിന് ബാങ്കുകാർ ചെക്ക് ചെയ്തപ്പോൾ ബാങ്കുകാർ പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ ഒരു പുതിയ ഫെസിലിറ്റി വന്നിട്ടുണ്ട്, ഗൂഗിൾ പേ വഴി ക്രെഡിറ്റ് കാർഡ് നമുക്ക് പേ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പേ ചെയ്തിട്ട് പോകുമ്പോൾ നമ്മളൊന്നും അറിയില്ല. അതിന് ശേഷം 2 ദിവസം കഴിഞ്ഞാണ്, 48 മണിക്കൂർ കഴിഞ്ഞാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് വഴി ഡെബിറ്റ് ആയത്. ഇതിപ്പോൾ ടി വി ആയതുകൊണ്ട് അയാളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളി ഞാൻ വിളിച്ചു, ഇങ്ങനെ സംസാരിച്ചു. ഞാൻ ഏറ്റവും കുറച്ചാണ് സാറിന് അറിയാലോ, അപ്പോൾ അത് എനിക്ക് നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, പറ്റുമെങ്കിൽ തരാൻ പറഞ്ഞു. എന്താണേലും അയാൾ വളരെ ഡീസൻറ്റ് കസ്റ്റമറായിരുന്നു. അയാൾ എനിക്ക് ആ പൈസ തിരിച്ചു തന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഡെബിറ്റ് കാർഡ് കുഴപ്പമില്ല, നമ്മുടെ കാശുണ്ടെങ്കിലല്ലേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഡെബിറ്റ് കാർഡ് വേണം നമുക്ക് കാർഡുകൾ, ഗൂഗിൾ പേ, ഈ ഗൂഗിൾ പേ ഒരു പരിധി വരെ അതിനകത്ത് പണം ഒത്തിരി സൂക്ഷിച്ചാൽ ഇത് ബാങ്ക് പലയിടത്തും നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഗൂഗിൾ പേ ഉള്ളതുകൊണ്ടേ മറ്റേത് കാശെണ്ണി നമ്മളങ്ങ് കൊടുക്കുമ്പോൾ നമുക്കൊരു ചെറിയ പ്രയാസം തോന്നും. ഇത് കാശില്ലാതെ ചുമ്മാ നമ്പരായിട്ട് മാറും. പൈസ എന്ന് പറയുന്ന ഒരു നമ്പരായി പോവുക. പാസ്വേഡ് നമ്പർ മാത്രമേ ഉള്ളൂ പൈസ. അപ്പോൾ നമ്മൾ പടപട നമ്മൾ അടിച്ചു വിടുന്നു, നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല, നമ്മുടെ അക്കൗണ്ട് കാര്യമാവുന്നു. ഇതാണ് ഈ ഡിജിറ്റൽലെസ് ഉപയോഗങ്ങൾക്കുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കടങ്ങൾ കയറ്റി ഓരോ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടും. നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം, എല്ലാവരും കടക്കാരാണ്. ഒന്ന് ഇൻസ്റ്റാൾമെൻറ്റുകാരുടെ കടക്കാർ, അല്ലെങ്കിൽ ബാങ്കിൻ്റെ കടക്കാർ, അല്ലെങ്കിൽ പിള്ളേരെ വിടാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത, സ്റ്റഡിക്ക് വേണ്ടി എടുത്ത കടം,
ഈ പല രാജ്യങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാല് കുത്തി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു മക്കളെ എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് എല്ലാവരും കയറ്റി വിടുന്നത്. വേറെ പല രാജ്യങ്ങളിലും മെഡിസിന് വരെ, നമുക്ക് ഉക്രൈനിൽ എന്തുമാത്രം നമ്മുടെ പിള്ളേരുണ്ടായിരുന്ന യുദ്ധം ഉണ്ടായപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നമ്മുടെ ഗവൺമെൻറ്റും റഷ്യൻ ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരടുപ്പം കാരണം നമുക്ക് നമ്മുടെ പിള്ളേരെ സേഫായിട്ട് ഇവിടെ എത്തിക്കാൻ പറ്റി. അത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേട്ടം തന്നെയാണ്, അത് എടുത്തു പറയാതിരിക്കാൻ പറ്റിയത്. അങ്ങനെ നമ്മുടെ മുഴുവൻ പിള്ളേരെ ഇവിടെ എത്തിച്ചു. അങ്ങനെ അല്ലാതെ നമ്മളുമായിട്ട് അടുപ്പമില്ലാത്ത ഒരു ആണെങ്കിൽ ആ പെട്ടു, നമ്മുടെ പിള്ളേർ പെട്ടു. അപ്പം ഈ റഷ്യയോടനുബന്ധിച്ച് ചുറ്റുമുള്ള പല രാജ്യങ്ങളുമുണ്ട്, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, അങ്ങനെ പല രാജ്യങ്ങളുണ്ട്. അവിടെയെല്ലാം നമ്മുടെ പിള്ളേർ എല്ലാ വർഷവും, കഴിഞ്ഞ മാസം തന്നെ 200 പിള്ളേർ മെഡിസിന് വേണ്ടിയിട്ട് കൊച്ചിയിൽ നിന്ന് മാത്രം കയറി പോയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട്, പഞ്ചാബിൽ നിന്ന് വരുന്നുണ്ട്. അതായത് ആ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ഇന്ത്യൻ ഹോട്ടൽ തന്നെയുണ്ട്, ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഹോട്ടലുകളെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ രാജ്യത്ത് പഠിക്കേണ്ട കുട്ടികളെല്ലാം വിദേശ രാജ്യത്ത് പോയി പഠിക്കുകയാണ്. നമ്മുടെ പണം മുഴുവൻ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ശരിക്കും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കുന്നു. പിന്നെ ഇവിടെ ഉള്ളവരെല്ലാം കുറേ ലോണുകൾ എടുക്കുന്നു. പിന്നെ ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒരു പരിധി വരെ നമ്മൾ പഞ്ഞം കിടക്കാത്തത് ഈ വിദേശത്ത് പോയ ആൾക്കാർ അയക്കുന്ന പൈസ കൊണ്ടാണെന്നുള്ള കാര്യവും ഞാൻ മറക്കുന്നില്ല. ഒരു പരിധി വരെ അങ്ങനെയാണ്. അവരിങ്ങോട്ട് അയച്ചു തരുന്ന, മാതാപിതാക്കളൊക്കെ ഓരോ മാസം അയച്ചു തരുന്ന പണം കൊണ്ടാണ്, അവർ തരുന്ന പൈസ കൊണ്ടാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. അവർ വിദേശത്ത് പോയതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായെന്ന് പറയും. പക്ഷെ നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ, ഈ വളരെ കുറച്ച് നാളത്തേനുള്ളൊരു ജീവിതമുള്ളൂ. എത്ര നമ്മൾ വെട്ടിപ്പിടിച്ചാലും, എന്തേരം നമ്മൾ ഓടിയാലും, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാലും മരിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെടും. എന്നോർത്ത് ജോലി ചെയ്യരുതെന്നോ വെട്ടിപ്പിടിക്കരുതെന്നോ അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഓട്ടത്തിനിടയിൽ നമ്മുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. നമ്മൾ ജീവിതം ആസ്വദിക്കുന്നില്ല, നമ്മളൊന്നും ചെയ്തില്ല. ഇപ്പം ഞാനൊരു കടക്കാരനായിട്ട് ഒരു 16 വയസ്സ് തൊട്ട് കട തുടങ്ങി, ഇപ്പോൾ എനിക്ക് 55 വയസ്സായി. ഈ 55 വയസ്സിനുള്ളിൽ നമ്മൾ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. ഈ ഓട്ടങ്ങൾ മുഴുവൻ നടത്തി എന്തൊക്കെയൊക്കെ സമ്പാദിച്ചു. പക്ഷെ അതിനിടയിൽ നമ്മൾ ജീവിച്ചില്ല. പിന്നെ ഞങ്ങളുടെ ട്രേഡ് ഇങ്ങനെ ആയതുകൊണ്ട് കുറേ ടൂറൊക്കെ പല കമ്പനികളും കൊണ്ടുപോയിട്ടുണ്ട്. പല രാജ്യങ്ങളിലും പല കമ്പനികളും നമുക്ക് ടൂറൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഉള്ളതുകൊണ്ട് വിദേശത്തൊക്കെ ഒന്ന് പോകാൻ സാധിച്ചു. ഇതൊന്നും അല്ലാത്ത ആൾക്കാരോ, ഒരു സാധാരണ പലചരക്ക് കടക്കാരൻ, അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റേഷനറി കടക്കാരും മറ്റു കടക്കാരൊക്കെ ഒരായുസ് മുഴുവൻ കിടന്ന് അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നു. അവർ എൻജോയ് ചെയ്യുന്നില്ല. ആ കാര്യത്തിൽ എനിക്ക് പുതിയ തലമുറയെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർ നാളത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇന്ന് കിട്ടുന്ന പൈസ ഇന്ന് തന്നെ അവർ അടിച്ച് പൊളിക്കുന്നു. കടം മേടിക്കരുത്. ഇന്ന് കിട്ടിയ പൈസ അടിച്ച് പൊളിച്ചാലും നാളെ നമ്മൾ കടക്കാരനല്ലെങ്കിൽ നമുക്ക് ഇനിയും സന്തോഷമായിട്ട് ജീവിക്കാം. എൻ്റെ കടയിലുള്ള ജോലിക്കാർ പിള്ളേരെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ കിട്ടുന്ന സാലറി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് ഒന്നെങ്കിൽ ലോൺ എന്തെങ്കിലും ഉണ്ട് അടയ്ക്കാനോ, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ കൊടുക്കാനോ ഉള്ളൂ. അവരത് ചിലവാക്കി ആസ്വദിച്ചാണ് ജീവിക്കുന്നത്. ഒരു പരിധി വരെ അതും ശരിയാണ്. കാരണം നമ്മൾ ആസ്വദിക്കാതെ കടന്നുപോയ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയിട്ട് ഈ പ്രായമായി കഴിഞ്ഞ് നമ്മൾ ആസ്വദിക്കാനിരിക്കുമ്പോൾ നമുക്ക് പല ആസ്വാദനവും കൂടെ വരും. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് എന്ന് വേണ്ട പല രോഗങ്ങളും നമുക്ക് കൂടെ വരും. ഈ രോഗങ്ങൾക്ക് വേണ്ടി ഗുളികയെല്ലാം കഴിച്ച് നമ്മൾ ഏക്കം മുട്ടിക്കഴിഞ്ഞ് ഈ ഉണ്ടാക്കിയ പൈസ മുഴുവൻ ആസ്വദിച്ചേക്കാമെന്ന് വെക്കുമ്പോൾ ഇതൊന്നും ആസ്വദിക്കാനുള്ള ആരോഗ്യവും കഴിക്കാനുള്ള അവസ്ഥയും നമുക്കുണ്ടാകില്ല. ഷുഗറായി കഴിയുമ്പോൾ മധുരം കിട്ടിയാലോ, പ്രഷറായി കഴിയുമ്പോൾ ഉപ്പ് കിട്ടിയാലോ, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നിന്ന് ഇവിടെ പോകണമെങ്കിൽ നമുക്കൊരു പ്രൊഡക്ഷൻ വേണം. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മുട്ടുസൂചി ആണെങ്കിൽ പോലും അതിന് അതിൻ്റെതായ മാർക്കറ്റുണ്ട്. നമുക്കിന്ന് ഓൺലൈൻ വഴി വിൽക്കാൻ പറ്റും. എനിക്കറിയാം, ഞാൻ പല ഞങ്ങളുടെ സർവീസുകളും കാര്യങ്ങളും, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനൽ ഞാനൊരു 2 വർഷമായിട്ടുള്ള ചാനലാണ്, സോണി ന്യൂ ടിപ്സ് മലയാളം. അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഇത് കാണുന്നവരുണ്ടെങ്കിൽ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോണി ന്യൂ ടിപ്സ് മലയാളം എന്നാണ് ആ ചാനലിൻ്റെ പേര്. അതിപ്പോൾ 3K മെമ്പേഴ്സ് ഉള്ള ഒരു ചാനലാണ്. അതിനകത്ത് ഞാൻ ഫുള്ളായിട്ട് ഇട്ടിരിക്കുന്നത് ഇലക്ട്രോണിക് സർവീസിനെ കുറിച്ചാണ് മൊത്തം ഇട്ടിരിക്കുന്നത്. ഇലക്ട്രോണിക് സർവീസ് എൻ്റെ കാലഘട്ടം കഴിഞ്ഞാലും എനിക്ക് കിട്ടിയ അറിവ്, ഞാൻ ഒത്തിരി വർഷങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് പഠിച്ചെടുത്ത കുറേ കാര്യങ്ങൾ, അത് ചെയ്യാനുള്ള ഒരു വർക്കുകളും കാര്യങ്ങളും എക്സ്പീരിയൻസുകളും ആണ് ആ ചാനലിൽ ഞാൻ ഇട്ടിരിക്കുന്നത്. ഈ എല്ലാവർക്കും ആവശ്യമുള്ളവർക്ക് ആ ചാനലിൽ കയറിയാൽ കംപ്ലീറ്റ് ഇലക്ട്രോണിക്സ്, എനിക്ക് തോന്നുന്നു ഒരു 1800 വീഡിയോകളും ഞാൻ ആ ചാനൽ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ഫീൽഡിലുള്ളവർക്ക് വളരെ പ്രയോജനപ്പെടും.
ടെക്നീഷ്യന്മാർക്കൊക്കെ വളരെ പ്രയോജനപ്പെടും. കസ്റ്റമേഴ്സിനാണേലും അവർക്ക് അവരുടെ കംപ്ലൈൻറ്റ് എന്താണെന്നൊക്കെ ഒന്ന് അറിയാനുള്ള ഒരു ഗുണം കിട്ടും. പക്ഷേ ഈ ചാനൽ ഞാൻ തുടങ്ങിയത് വ്യത്യസ്തമായിട്ടൊന്ന് മാറി ചിന്തിച്ചുകൊണ്ടാണ്. അതായത് പൊതുവായിട്ടുള്ള എല്ലാ ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്ന് പറയുകയും എനിക്ക് കാണിച്ചു കൊടുക്കാനുള്ള കേരളത്തിലെ മനോഹരമായ സ്ഥലങ്ങൾ, കേരളത്തിൽ എന്തുമാത്രം മനോഹരമായ എക്സ്പ്ലോർ ചെയ്യാവുന്ന നല്ല സ്ഥലങ്ങളുണ്ട്. ഞാൻ 2-3 സ്ഥലങ്ങൾ ഇട്ടായിരുന്നു ഇപ്പോൾ ഓൾറെഡി. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും ചെയ്യുന്നതനുസരിച്ചാണ്, നമ്മുടെ ചാനൽ വളരുന്നതനുസരിച്ചാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനും ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കാനും തോന്നുന്നത്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ, എനിക്കറിയാം പല കാണുന്ന ആൾക്കാർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയത്തില്ല. നമ്മൾ സൈഡിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്, അതായത് നമ്മൾ സബ്സ്ക്രൈബ്ഡ് എന്ന് ഞെക്കുകയും അതിനടുത്ത് ബെല്ലൈക്കൺ എന്ന് പറഞ്ഞൊരു ബെല്ലിൻ്റെ പടമുണ്ട്, അവര് ഓള് കൊടുക്കണം. ബെല്ലിൻ്റെ ഓള് കൊടുക്കുകയും ചെയ്യുവാണെങ്കിൽ ഇപ്പം ഞാനിടുന്ന പോലത്തെ ഏത് വീഡിയോ വന്നാലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് പേജിൽ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നുള്ള വിവരം നിങ്ങൾക്ക് അറിയുകയും നിങ്ങൾക്ക് ആ വീഡിയോ അന്നേരം തന്നെ കാണുകയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള നല്ല വീഡിയോകൾ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിദേശത്ത് പോയുള്ള വീഡിയോസൊക്കെ തൽക്കാലം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഭാവി ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പം എന്നാണേലും ഇത്രയും മനോഹരമായ നമ്മുടെ കേരളം, വിദേശികൾ വന്നിട്ട് കേരളം കണ്ടിട്ട് ഹോ എന്ന് വെച്ചാൽ അവർ പോകുന്നു. നമ്മുടെ ആൾക്കാർ അമേരിക്കയിൽ പോയിട്ട് അല്ലെങ്കിൽ UK പോയിട്ട് അല്ലെ ഓസ്ട്രേലിയ അല്ലെ കാനഡയിൽ പോയിട്ട് അവിടുത്തെ അതും ഇതുമൊക്കെ കണ്ട് വാന്ന് വെച്ചിട്ട് പോലും നമുക്ക് അതിലും വലിയ കൂടെ ഉണ്ട്. അത് നമ്മൾ ആദ്യം കാണാം. നമ്മൾ പിള്ളേർ ഇതൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഈയിടെ ഇട്ടായിരുന്നു ഒരു അഗ്രികൾച്ചർ തീം പാർക്കിനെ കുറിച്ച്. എന്തൊരു സംഭവം അത്! അങ്ങനെ ഒരു സംഭവം ലോകത്തിലെ തന്നെ ആദ്യത്തെ അഗ്രികൾച്ചർ തീം പാർക്കാണ് കുറവിലങ്ങാട്. എന്തൊരു മനോഹരമായ സ്ഥലമാണത്! ഒരു പർദീസ തന്നെയാണത്, ഒരു ഏതൻ തോട്ടമാണത്. അവിടെ എന്തെല്ലാമാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ ഒരു സ്ഥലം ലോകത്ത് ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒത്തിരി രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ഒത്തിരി പാർക്കുകൾ കണ്ടിട്ടുണ്ട്, ഡിസ്നി ലാൻഡ് വരെ പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ അതുപോലൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഡിസ്നി ലാൻഡ് ലോകത്ത് ഹോങ്കോങ്ങിലുണ്ട്, അമേരിക്കയിലുണ്ട്, പല രാജ്യങ്ങളിലുമുണ്ട്. വേൾഡിലെ വലിയ വാട്ടർ തീം പാർക്കുകളൊക്കെയാണ്, ഭയങ്കര സംഭവങ്ങൾ. പക്ഷേ നാച്ചുറലായിട്ട് ഒറിജിനലായിട്ട് 4700ഓളം പ്രത്യേകതരം വെറൈറ്റി മരങ്ങളും 101 മാവുകളുള്ള മാംഗോ മെഡോസ് എന്ന് പറയുന്ന കുറവിലങ്ങാടുള്ള ഒരു അഗ്രികൾച്ചർ തീം പാർക്കിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിനെക്കുറിച്ച് ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി കാണാം. എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, ഒന്ന് കാണേണ്ടതാണ്. പോയിട്ടില്ല തീർച്ചയായിട്ടും അവിടെ പോയെന്ന് എക്സ്പ്ലോർ ചെയ്യണം. അവിടെ ചെന്ന് നമുക്ക് ഒരു ദിവസം താമസിക്കാനുള്ള റൂംസും കാര്യങ്ങളും ഉണ്ട്, ഡോമെട്രി ഉണ്ട്, പലതുണ്ട്. അപ്പോൾ അത് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ പറഞ്ഞു വന്ന നമ്മുടെ വിഷയം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ പൈസ സൂക്ഷിക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും പൈസയിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കാനും കേരളത്തിലുള്ള ജനം പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ ചെലവാക്കിച്ച മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. വലിയ വീട് പണിയുക, കാറ് മേടിക്കുക, ലോൺ എടുക്കുക, ലോണോട് ലോൺ. ഒരു ലോൺ അടച്ചു തീർന്നു കഴിയുമ്പോൾ 3 തവണ അടച്ചു കഴിഞ്ഞാൽ അടുത്ത ലോൺ തരും ഇവന്മാർ. ആ ലോണും എടുക്കുക. ഇങ്ങനെ പോയാൽ നമ്മളൊരു ദരിദ്ര സ്ഥലമായി മാറും. പണ്ടത്തെ കാലത്തൊക്കെ നമുക്ക് അത്ര വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും കേരളത്തിനില്ലായിരുന്നു, എല്ലാവർക്കും അറിയാം. അതിൽ നിന്ന് നമ്മൾ വിദേശത്തൊക്കെ പോയി വിദ്യാഭ്യാസം കൊണ്ടും മറ്റു രീതിയിലൊക്കെ നമ്മൾ ഒത്തിരി വളർന്നു. പക്ഷെ ഇപ്പോൾ അതിന് വിപരീതമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മളിവിടെ ഒരു കടയിലും 5 പൈസയുടെ കച്ചവടമില്ല. എൻ്റെ കടയിലും ഇല്ല, ഒരു കടയിലും ഇല്ല. അപ്പം നമ്മൾ വിചാരിക്കും ചെയിൻ ഷോപ്പുകൾ വന്നിട്ടാണ്, ചെയിൻ ഷോപ്പുകൾ വലിയ വലിയ കടകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കച്ചവടമില്ലാതെ. അല്ല, അവർക്കും കച്ചവടമില്ല. ഞാൻ 100 രൂപയുടെ സാധനം വിറ്റാൽ അവർ 1 ലക്ഷം രൂപയുടെ സാധനം വിൽക്കണം. കാരണം എൻ്റെ ചിലവല്ല അവരുടെ ചിലവ്. അപ്പം അത്രയും വലിയ ഭീകരമായ ചിലവ് അവർക്കുള്ളപ്പോൾ അവർക്ക് അതനുസരിച്ചുള്ള സെയിൽ നടക്കണം. സെയിൽ നടക്കാത്തത് കൊണ്ടാണ് അവർ ഭീമമായ പരസ്യം ചെയ്യുന്നത്. ഈ പരസ്യം കണ്ട് ഓഫർ കണ്ട് ചെല്ലുമ്പോൾ ഓഫർ ചില സാധനങ്ങൾക്കുണ്ട്, ചില സാധനങ്ങൾക്കില്ല. അപ്പം ഈ ഓഫർ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള പൈസ വേണ്ടേ പർച്ചേസ് ചെയ്യാൻ. ഈ ഒരു വലിയ ചെയിൻ ഷോപ്പിൻ്റെ ഉടമയായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഈ കണ്ടീഷനിൽ പോയാൽ അധികം നാൾ ഈ ചെയിൻ ഷോപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയാലെന്ന് പറഞ്ഞു. കേരളം ഒട്ടേക്ക് 10-50 ഷോപ്പുള്ള ഒരു ഉടമയാണ്. എനിക്ക് ഇവരെല്ലാം വർഷങ്ങളായിട്ട് ബിസിനസ് ഉള്ളതുകൊണ്ട് ഇവരെല്ലാം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഇവരോടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പം അവർക്കുള്ള വീഴ്ച എന്ന് പറഞ്ഞാൽ വലിയ വീഴ്ചയാണ്. കോടിക്കണക്കിന് രൂപയുടെ 10,000 കോടിയൊക്കെ ലോൺ എടുത്ത് വെച്ചിരിക്കുന്ന ബാങ്കിൽ നിന്ന്. ഈ കച്ചവടം ഇല്ലെന്നായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഇപ്പം കളിച്ചു പിടിച്ച എല്ലാ സാധനവും ഓൺലൈനിലായി. ഓൺലൈനിൽ ഞാൻ കുറ്റം പറയുകയല്ല, നമുക്കൊരു സാധനം വേണേൽ ഓൺലൈനിൽ നോക്കിയാലേ രക്ഷയുള്ളൂ.
ഞാൻ ഒരു കടക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഇവിടെ നാട്ടിൻപുറത്ത് നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പല സാധനങ്ങളും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പല സാധനങ്ങളും. ഉദാഹരണം പറഞ്ഞാൽ DJIയുടെ ഒരു ആക്ഷൻ ക്യാമറ, യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും മേടിക്കുന്ന ആക്ഷൻ ക്യാമറയാണ്. ഞാൻ ഒരെണ്ണം മേടിക്കാൻ വേണ്ടി ഞാൻ കോട്ടയത്തും എറണാകുളത്തും തൃശ്ശൂരും തൊടുപുഴയും എന്ന് വേണ്ട ക്യാമറ വിൽക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ കടയിലും ഞാൻ ഈ ക്യാമറയെക്കുറിച്ച് ചോദിച്ചു. നമ്മുടെ ഒരു യൂട്യൂബർ എറണാകുളത്ത് ഒരു കടയിൽ നിന്ന് മേടിച്ച വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് ആ കടയുടെ പേര് അന്വേഷിച്ചു വരെ ഞാൻ ചോദിച്ചു. ഇവരുടെ കയ്യിലെങ്ങും ഈ സാധനമില്ല. അവസാനം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ എനിക്ക് വരുത്തേണ്ടി വന്നു. ഈ സാധനം വേണേൽ ഫ്ലിപ്കാർട്ടിലേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇതിനകത്തെ സംഭവം. ഇപ്പം വേറെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ മേടിച്ചാൽ ആ സാധനത്തിന് ക്വാളിറ്റി ഇല്ല. നല്ല സാധനങ്ങളൊന്നും ഈ പ്രോപ്പർ ചാനലിൽ ഇപ്പോൾ ഒന്നും തന്നെ വരുന്നില്ല. എല്ലാ കമ്പനികൾക്കും ഓൺലൈൻ മതി. ഓൺലൈൻ വഴി അവർക്ക് വിൽക്കും. എല്ലാ കമ്പനികൾക്കും. അതിപ്പോൾ ഇന്ന കമ്പനിയൊന്നുമില്ല, A to Z കമ്പനികൾക്ക് ഓൺലൈനിൽ വിൽക്കാനാണ് ഇപ്പം താല്പര്യം. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സർവീസൊന്നും അധികം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് പോവും. പൈസ കിട്ടും. പലതും പൈസ മേടിച്ചിട്ടാണ് സാധനം കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങളുള്ളതുകൊണ്ട് ഓൺലൈനിൽ. അപ്പം നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കടയും കാര്യങ്ങളുമായിട്ട് ഇരുന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ കടയ്ക്ക് പകരം കട നടന്നോട്ടെ, അതിപ്പോൾ ചാടിക്കയറി നിർത്താനൊന്നും ഞാൻ പറയുന്നില്ല. വരുമാനമുള്ളവർക്ക് നടത്താം. വരുമാനവും ചെലവും കൂടെ എല്ലാവരും ഒന്ന് കൂട്ടി നോക്കണമെന്ന് മാത്രം. ഈ കടകൾക്ക് ഇപ്പോൾ GST കൊടുക്കേണ്ട അവസ്ഥയായി. വാടകയ്ക്ക് GST ആയിട്ടുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം നമുക്ക് എക്സ്പെൻസ് ഓരോ ദിവസം കൂടുന്നതല്ലാതെ നമ്മുടെ വരുമാനം ഒരിക്കലും നമുക്ക് കൂടുന്നില്ല. വരുമാനം ഓരോ ദിവസവും കുറഞ്ഞ് വരികയാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പാഠം, നമുക്ക് മറ്റു വരുമാന മാർഗങ്ങളായ കാര്യങ്ങൾ നോക്കണം. വെറുതെ കുറേ സാധനങ്ങൾ സ്റ്റോക്ക് എടുത്ത് കടയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പഴകി പോകുന്നുള്ളതല്ലാതെ പിന്നെ ഇതൊന്നും വിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ കോട്ടയത്ത് ഇപ്പോൾ അടുത്ത് നാളെ മറ്റന്നാളും ഒക്കെ ഒരു സെയിൽ ഇട്ടിട്ടുണ്ട്. വിൻസർ കാസ്റ്റിൽ ഒരു സെയിലുണ്ട്. ഞാനൊന്ന് കാണാൻ പോകണമെന്നിരിക്കുകയാണ്. മിക്കവാറും എല്ലാ കടക്കാരും കൂടെ വിൽക്കാതിരിക്കുന്ന സാധനങ്ങളെല്ലാം 50%, 60% ഒക്കെ ഡിസ്കൗണ്ടിൽ അവിടെ ഒരു എക്സിബിഷൻ പോലെ വെച്ച് വിറ്റ് തീർക്കുക. എന്തൊരു ഗതികേടല്ലേ. കടകളിൽ വിൽക്കാതിരിക്കുന്ന സാധനങ്ങളാണ് അവിടെ വരാൻ പോകുന്നത്. ഞാനത് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇനി അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ കമൻറ്റ് ചെയ്തു. എന്നാണേലും നാളെ മറ്റന്നാളുമായിട്ട് എക്സിബിഷൻ വരുന്നുണ്ട് കോട്ടയത്ത് വിൻസർ കാസ്റ്റിൽ. അതിൻ്റെ പരസ്യമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ നോക്കുന്നവർ കണ്ടിട്ട് കാണും. അപ്പം നമുക്ക് ഇനി ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് നിന്ന് ഈ ചൈനയിലേക്ക് കൊച്ചു യുവാക്കൾ വരെ ഓരോ പ്രസ്ഥാനത്തിൻ്റെയും ഓരോ മാനുഫാക്ചറിങ്ങിൻ്റെ ആൾക്കാരാണ്. നമുക്കിവിടെ ചെയ്യാം. നമുക്കിവിടെ ആവശ്യത്തിനുള്ള എന്തെല്ലാം മാനുഫാക്ചറിങ് സാധനങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. ചെറിയ ചെറിയ സാധനങ്ങൾ ഓരോരുത്തർ കോൺസെൻട്രേറ്റ് ഇരുന്നാൽ മതി. ഞാനൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് എന്താണേലും അധികം താമസിക്കാതെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് എന്താണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യവും നിങ്ങളോട് പറയാം. ഇങ്ങനെ മാനുഫാക്ചർ ചെയ്താൽ ഞാൻ ചെയ്യുന്ന സാധനം എനിക്ക് ഓൺലൈൻ വഴി വിൽക്കാം. ഓൺലൈൻ വയ്ക്കാൻ ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോം ഉണ്ട്. ആമസോൺ വഴി നമ്മുടെ സാധനം സെല്ല് ചെയ്യാം. ഫ്ലിപ്കാർട്ട് വഴി ചെയ്യാം. അല്ലാതെ വേറെ എന്തെല്ലാം സൈറ്റുകളുണ്ട്, അവിടെയെല്ലാം ചെയ്യാം. ഇനി ഇതൊന്നും വേണ്ട, നമുക്കൊരു സൈറ്റ് ഉണ്ടാക്കി നമുക്ക് വിൽക്കാം. അങ്ങനെയുള്ള അനന്ത സാധ്യതകളിലേക്ക് നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയമായി. പ്രത്യേകിച്ച് കടയായിട്ടിരിക്കുന്ന ആൾക്കാർ. കടയുടെ സെയിലുകൾ എല്ലാം തന്നെ ഇപ്പോൾ എല്ലാ സാധനവും ഉണ്ട്. ടയർ, പെയിൻറ് എന്ന് വേണ്ട എന്നതാണ് ഓൺലൈനിൽ ഇല്ലാത്തത്. എല്ലാം നമുക്ക് വീഡിയോ കണ്ട്, ഫോട്ടോ കണ്ട്, റിവ്യൂ കണ്ട്. ഇപ്പം നമ്മളൊരു കടയിൽ ചെന്ന് ഒരു സാധനം മേടിക്കുമ്പോൾ ആ സാധനം നേരത്തെ ഉപയോഗിച്ച ഒരാളുടെ അഭിപ്രായം കേൾക്കാൻ അയാൾ അവിടെ ഇല്ല. അതേസമയം നമ്മൾ ഓൺലൈനിൽ മേടിക്കുമ്പോൾ നമുക്ക് ആരൊക്കെ മേടിച്ചിട്ടുണ്ട്, അവരതിൻ്റെ കമൻ്റ് ഇട്ടിട്ടുണ്ട്, എത്ര സ്റ്റാർ എന്ന് പറഞ്ഞ് അവരത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ് നമ്മളിത് വാങ്ങുന്നതും മേടിക്കുന്നതും. അപ്പോൾ വലിയ രീതിയിൽ ഉള്ള ബിസിനസ് ആകാതെ ചെറിയ രീതിയിൽ സ്മോൾ സ്കെയിലായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രൊഡക്ഷൻ രീതിയിലേക്ക് മാറി നമ്മുടേതായ രീതിയിലേക്ക് മാറിയ ഒരു അച്ചാർ ഉണ്ടാക്കുന്ന കമ്പനി ഇട്ടാൽ പോലും അതൊരു പ്രൊഡക്ഷനാണ്. അങ്ങനെ എല്ലാവർക്കും തൊഴിലാവും, എല്ലാവർക്കും വരുമാനമാവും, കാര്യങ്ങളാവും. ഇപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് സപ്പോർട്ട് തരണം കേട്ടോ. സർക്കാർ തരുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേരള സർക്കാരും ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞ്. കുറച്ചും കൂടെ സപ്പോർട്ടായിട്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വന്നില്ലെങ്കിൽ നമുക്ക് ഈ ടാക്സുകൾ അടയ്ക്കണം. ശരിയാ, ടാക്സ് അടയ്ക്കണം. ടാക്സ് ഇല്ലാതെ ഒരിക്കലും രാജ്യം മുമ്പോട്ട് പോകില്ല. ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ടാക്സിന് ശമ്പളം കൊടുക്കണം, നമ്മുടെ റോഡ് നന്നാക്കണം, പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ടാക്സ് എന്താണേലും ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ടാക്സ് കൊണ്ടാണ് എല്ലാ രാജ്യവും തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ടാക്സുകൾ നമ്മൾ അടയ്ക്കണമെങ്കിൽ നമുക്കൊരു വരുമാനം ഉണ്ടാകണം. വരുമാനം ഇല്ലാതെ ടാക്സ് മാത്രം അടയ്ക്കാനിരുന്നാൽ നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ?
അപ്പം അങ്ങനെ വരുമാനം ഉണ്ടാകാനുള്ള ഇത് പരിപാടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിനും ടാക്സ് കിട്ടും, നമുക്കും വരുമാനം ഉണ്ടാവും, എല്ലാ വിധത്തിലുള്ള ആൾക്കാർക്കും നല്ല നേട്ടങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ നമ്മളൊന്ന് മാറി ചിന്തിക്കണമെന്നാണ് ഞാനിത് പറയുന്നത്. ഇപ്പം തൽക്കാലം ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. വലിയ സൗധങ്ങൾ പണിയാതിരിക്കുക. വലിയ സൗധങ്ങൾ വിൽക്കാൻ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊരു വീടും സ്ഥലവും വീട് അടുത്ത ഒരാൾ ഞാൻ പോയെന്ന് കണ്ടായിരുന്നു. ഭയങ്കര വീടാണ്. അവർ KFCന്ന് ഫൈനാൻസ് എടുത്തിരിക്കുന്നതാണ്. ഇപ്പം ജപ്തിയായി നിൽക്കുകയാണ്. ആ KFCയുടെ ഫൈനാൻസ് ഒരു 10 ലക്ഷം രൂപയുടെ ഫൈനാൻസ് നമ്മൾ പതുക്കെ അടച്ച് തീർത്ത് കൊടുത്താൽ മതി. ഒരു 10 ലക്ഷം രൂപ കൊടുത്താൽ അവരിറങ്ങിപ്പോവും. ഫൈനാൻസുകാർ ജപ്തി ചെയ്യുവാണെങ്കിൽ ഒന്നും കിട്ടിയല്ലോ അവർക്ക്. ഈ പൈസ മാത്രം അവർ ചോദിക്കും. ആരെങ്കിലും വന്ന് ലേലം വിളിക്കും. ആ സെറ്റപ്പിൽ അങ്ങ് അവരുടെ പൈസ കിട്ടിയാൽ അവർ പരിപാടി ക്ലോസ് ചെയ്ത് ഇറങ്ങിപ്പോവും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒത്തിരി വലിയ വീടുകൾ വെക്കുമ്പോൾ ഈ 2 പേര് മാത്രമുള്ള ഈ സ്ഥലത്ത് എങ്ങനെ ആൾക്കാർ ആ വീട് വാങ്ങും? എങ്ങനെ അത് തുടയ്ക്കും? എങ്ങനെ വൃത്തിയാക്കും? അത് മാറാല പിടിച്ച് കിടക്കുകയുള്ളൂ. കണ്ട പല്ലിയും പാറ്റായും ഒക്കെ തൂറി എട്ടുകാലിയും എല്ലാം കയറി കിടക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള വീടുകൾ ചെയ്യുക, അനാവശ്യ വലുപ്പത്തിലുള്ള വീടുകൾ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമേ ഉണ്ടാവുള്ളൂ, സാമ്പത്തിക നഷ്ടമേ ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യത്തിൽ പുതിയ വീട് പണിയാതിരിക്കുക നല്ലത്. കാരണം പുതിയ വീട് പണിയാൻ പോകുന്നതിലും നല്ല ഇഷ്ടം പോലെ വീട് വിൽക്കാൻ കിടപ്പുണ്ട്, ഇഷ്ടം പോലെ സ്ഥലം വിൽക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ആവശ്യത്തിനൊരു വീടും സ്ഥലവും മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഏക്കർ കണക്കിന് സ്ഥലം മേടിച്ചാൽ അത് ഇനിയും പൊട്ടും. ഓരോ ദിവസവും വില പൊട്ടിക്കൊണ്ടിരിക്കുക. സ്ഥലത്തിൻ്റെ വില നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിഭയാനകമായി പൊട്ടിക്കിടക്കുക. അതായത് കളിച്ചു പിടിച്ചപ്പോൾ ഒരു 25,000 രൂപ വരെ ആയി സെൻറ്റിന് വില. ഈ ബ്രോക്കർമാരും ഇങ്ങനെ വിൽക്കുന്ന ആൾക്കാരൊക്കെ പറയും 1 ലക്ഷമാണ് അവിടെ വില, ഇവിടെ 2 ലക്ഷമാണ്, അവിടെ 3 ലക്ഷമാണെന്നൊക്കെ പറയുള്ളൂ. കച്ചവടമൊന്നും നടക്കുന്നില്ല, ഒരു കച്ചവടവും നടക്കുന്നില്ല. പേഴ്സണലായിട്ട് പല വിൽക്കാനിട്ടിരിക്കുന്നവരോടും നല്ലപോലെ മുട്ടിയാൽ 25,000 രൂപ 30,000 രൂപയ്ക്ക് വരെ സെൻറ്റിന് കിട്ടാൻ ഇഷ്ടം പോലെ സ്ഥലം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഞാനത് മനസ്സിലാക്കിയിട്ടിരിക്കുക. പക്ഷേ ഞാൻ മേടിക്കില്ല. കാരണം എന്നാ, ഞാനൊരു 50 ലക്ഷം രൂപ മുടക്കി ഒരു സ്ഥലം മേടിച്ചെന്ന് വിചാരിക്കുക. ഉദാഹരണം ഞാൻ പറയാം. 50 ലക്ഷം രൂപ സ്ഥലം മേടിച്ചു. എൻ്റെ 50 ലക്ഷം രൂപ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 1 കോടി രൂപ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. ഈ 1 കോടി രൂപയ്ക്ക് ഞാൻ സ്ഥലം മേടിച്ചാൽ, ആ ഒരു 2 ഏക്കർ സ്ഥലം അല്ലെ 3 ഏക്കർ സ്ഥലം മേടിച്ചാൽ ഇതിനകത്ത് നിന്ന് ഒരു മാസം എന്ത് കിട്ടും? നിങ്ങൾ പറ. റബ്ബറാണെങ്കിൽ എന്ത് കിട്ടും? വേറെ വരുമാനമാണെങ്കിൽ എന്ത് കിട്ടും? ഒന്നും കിട്ടുകയില്ല. അതേസമയം ഞാൻ ഈ 1 കോടി രൂപ പലിശയ്ക്ക് കൊടുത്താലോ, ബാങ്കിലിട്ട് പലിശയ്ക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടാലോ എത്ര രൂപ കിട്ടും? അതാണ് മനസ്സിലാക്കേണ്ടത്. 1 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞ ബാങ്കിൽ കൊണ്ടുപോയിട്ടാലും നമുക്ക് 1 ലക്ഷം രൂപ എങ്കിലും നമുക്ക് മാസം പലിശ കിട്ടും. അപ്പോൾ 1 ലക്ഷം രൂപ ഈ 3 ഏക്കർ സ്ഥലത്ത് നിന്ന് ഒരിക്കലും നമുക്ക് കിട്ടിയാൽ 1 ലക്ഷം രൂപ പോയിട്ട് 10,000 രൂപ കിട്ടിയാൽ. അതാണ് ആൾക്കാർ ഈ സ്ഥലം ഒഴിവാക്കുന്നത്. സ്ഥലം ഒഴിവാക്കി എല്ലാവരും ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുവോ, ഷെയർ മാർക്കറ്റിൽ മുടക്കുവോ, വേറെ ഒത്തിരി പരിപാടികളുണ്ട്. പൈസ പോകാതെ നോക്കി കണ്ടുമൊക്കെ ചെയ്യണം, നമ്മുടെ ഇതിൽ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാണേലും നാഷണലൈസ്ഡ് ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോകത്തില്ല, നമുക്ക് തിരിച്ചു കിട്ടും. നമുക്ക് മാസം തോറും വരുമാനമായിട്ട് എല്ലാ മാസവും നമുക്ക് പൈസ വേണമെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിൽ പലിശ തരികയും ചെയ്യും. അപ്പം ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതുകൊണ്ട് നാളെ വില കൂടും എന്ന് പറഞ്ഞ് ഓരോരുത്തർ പറയുന്ന കേട്ടോണ്ട് നിങ്ങൾ ഈ NRIs ഒക്കെ ഇവിടെ വന്ന് സ്ഥലം മേടിച്ചിട്ടാൽ മക്കളെ ആ പൈസ പോവും, ഉറപ്പായിട്ടും പോവും. കരഞ്ഞുകൊണ്ട് നടക്കുന്ന 100 കണക്കിന് ആൾക്കാരെ നമുക്കറിയാം. ഈ മക്കൾ വിചാരിച്ചിരിക്കുന്നത്, മക്കൾ അയച്ചു കൊടുക്കുന്ന ഡോളർ കൊണ്ട് അപ്പനും അമ്മയും ഹാപ്പിയാണെന്നാണ് മക്കൾ വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് കടയായിട്ടിരിക്കുന്നതുകൊണ്ട് ഒത്തിരി കാരണവന്മാർ, എൻ്റെ പഴയ കസ്റ്റമേഴ്സും പുതിയ കസ്റ്റമേഴ്സുമായിട്ടൊക്കെ പ്രായമുള്ള ഒത്തിരി പേര് വരാറുണ്ട്. അവർ വന്നിട്ട് പറയുന്ന കുറേ കഥകളുണ്ട്, അവരുടെ സങ്കടങ്ങളുണ്ട്, അവരുടെ ബുദ്ധിമുട്ടുകളുണ്ട്. അതെല്ലാം ഒന്ന് കേൾക്കണ്ട. ഞാൻ ഓരോന്നായിട്ട് പറയാം. എൻ്റെ മനസ്സിലിരുന്ന് അതൊക്കെ വിങ്ങിപ്പൊട്ടുന്നുണ്ട്. അത് നിങ്ങൾ മക്കളും കേൾക്കേണ്ടവരാണ്, കാരണവന്മാരും കേൾക്കേണ്ടവരാണ്, എല്ലാവരും കേൾക്കേണ്ടതാണ്. ഇതെനിക്ക് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ ഞാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഈ മക്കളുടെ പ്രയാസവും അപ്പന്മാരുടെ പ്രയാസവും എല്ലാവരുടെയും പ്രയാസവും ഒന്ന് ഞാൻ മനസ്സിൽ കാണുകയാണ്. നിങ്ങൾക്കും അത് ചിന്തയ്ക്ക് വിട്ടിട്ട് ഈ 2nd എപ്പിസോഡ് ഞാനിവിടെ നിർത്തുകയാണെന്ന് വിചാരിക്കുകയാണ്. കാരണം 3rd എപ്പിസോഡ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഞാൻ പറയും. എനിക്ക് പറഞ്ഞു തീർന്നിട്ടില്ല, ശരിക്കും ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളിത് കാണണം, മുഴുവൻ കാണണം. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് പറയണം, തിരുത്തണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാനൊന്ന് വായിച്ചു പഠിച്ചൊന്നും പറഞ്ഞതല്ല, എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന്, എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നില്ലേ? ഇതാണ് അവസ്ഥ. ഞാൻ ഇത്രയും വർഷം 30-35 വർഷം ബിസിനസ് ചെയ്ത ആളാണ്.
ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പലതും കാണുന്നു. 35 വർഷം മുമ്പുള്ള എൻ്റെ നാടല്ല, ആ കേരളമല്ല ഇന്ന് ഞാൻ കാണുന്നത്. ഇന്ന് ഞാൻ കാണുന്ന കേരളം വേറെ ഒരു സ്ഥലമാണ്. ആ സ്ഥലമേ അല്ല, അതല്ല. അതെനിക്ക് വല്ലാണ്ട് ദുഃഖം ഉണ്ടാക്കുന്നുണ്ട്. എന്നെ പറ്റുന്ന രീതിയിൽ ഒരു ചെറുവിരൽ അനക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി, സന്തോഷം. എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടു കൂടി എൻ്റെ എല്ലാ അന്വേഷണങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.